ഹലോ ഹായ് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് KSRTCൻ്റെ ബസ് സ്റ്റാൻഡിലാട്ടോ. ഇവിടെ KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി നെല്ലിയാമ്പതിയിലേക്ക് ടൂർ പാക്കേജ് നടത്തുന്നുണ്ട്. അതിന് ഭാഗമാകാൻ വേണ്ടി വന്നതാട്ടോ. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടുന്ന് KSRTC ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നത്. ഒരാൾക്ക് വരുന്ന ചാർജ് 480 രൂപയാണ്. ഫുഡ് ഇതിൽ ഉൾപ്പെടില്ല. ഫുഡിൻ്റെ ക്യാഷ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് KSRTC ടൂർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലങ്ങൾ ഗവൺമെൻറ് ഓറഞ്ച് ഫാം, പോത്തുംപാറ, കേശവൻപാറ, പോത്തുണ്ടി ഫാം, സീതാക്കുണ്ട്. ഈ സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോണത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊടുവായൂർ എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നെന്മാറ പോയിട്ടാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തിരിക്കുന്നത് കേട്ടോ. പോകുന്ന വഴിയിലാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം, പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ബാക്കി യാത്ര തുടരുന്നത്. പിന്നീട് ഞങ്ങൾ വണ്ടി നിർത്തിയത് ഹോട്ടലിൻ്റെ മുന്നിലാട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഞങ്ങൾ ദോശന് ഓർഡർ ചെയ്തു. ഒരാൾക്ക് 22 രൂപ. പിന്നീട് യാത്ര തിരിച്ച് ഓരോരുത്തരും പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പരസ്പരം ആരും അറിയാത്ത ആൾക്കാരായിരുന്നു. പിന്നീട് ഇതിലെന്താണെന്ന് വെച്ചാൽ 22 വിക്ടോറിയ കോളേജിലെ കുട്ടികളും ഒരു അധ്യാപകയും കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് ടീം വരുന്നവർ. പിന്നെ ഞങ്ങൾ കുറച്ച് ടീം ആയിരുന്നു. ഈ മുന്നിൽ കാണുന്ന 2 പേരും അധ്യാപകരായിരുന്നു കേട്ടോ. യാത്ര തുടങ്ങുമ്പോൾ എല്ലാവരും റെയിൻകോട്ടും അട്ടയെ പ്രതിരോധിക്കാൻ സാനിറ്റൈസറൊക്കെ എടുത്തിരുന്നു കേട്ടോ. യാത്ര തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. അതിനുള്ള ചെക്ക് പോസ്റ്റാണ് നമ്മൾ ആദ്യം മുന്നിൽ കാണുന്നത്. നമ്മൾ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. KSRTCയിലാണ് നമ്മൾ പോകുന്നത് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ എത്ര ആൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അവിടെ നമ്മളങ്ങനെ കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്തതിൽ ആദ്യം കാണാൻ പോകുന്ന ഒരു പോത്തുണ്ടി ഡാമാട്ടോ. നമ്മളതിൻ്റെ സൈഡിൽ കാണാൻ പോണത് നല്ല അടിപൊളി ഡാമാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വലത്തെ സൈഡിൽ പാലം കാണുന്നത്. ഇത് കുണ്ട്രച്ചോല പാലം എന്നുള്ള അറിയപ്പെടുന്നത്. ഇത് 2018 പ്രളയത്തിൽ പൂർണ്ണമായി തകർന്നിരുന്നു കേട്ടോ. പിന്നീട് നെല്ലിയാമ്പതി ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അന്നൊക്കെ ആർമി ഹെലികോപ്റ്റർ വന്ന് ഇവിടെ ഫുഡ് കൊടുക്കുകയും മറ്റ് സഹായമൊക്കെ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം താൽക്കാലിക പാലം ഉണ്ടാക്കി. പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള പാലമായി മാറിയത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നോക്കി നമുക്കൊരു പാലം കാണാൻ പറ്റും. പണ്ട് ബ്രിട്ടീഷുകാർ നെല്ലിയാമ്പതി ഭരിച്ചിരുന്ന, അതായത് ഇന്ത്യ ഭരിച്ചിരുന്ന ടൈമിൽ നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ വേണ്ടി നിർമ്മിച്ചൊരു പാലാട്ടോ ഈ കാണപ്പെടുന്നത്. ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ല. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് വരയാടുമല വ്യൂ പോയിൻ്റ്. ഇവിടെ ആദ്യം വരയാടിനെ കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നത്, പക്ഷേ നമ്മളന്ന് ടൈമിലൊന്നും കണ്ടിട്ടില്ല. നല്ല കോട ഇറങ്ങി കിടക്കുന്ന ടൈം ചെയ്തിട്ടോ. അധികം മഴ ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു വ്യൂ കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ പിന്നെ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഫോട്ടോ കൂടി എടുത്തിട്ടുള്ളൂ. ഇവിടെ ഞങ്ങൾ യാത്ര തിരിച്ചത്. പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 22 പേരും ഒരേ കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. വിക്ടോറിയ കോളേജിലെ ഡിഗ്രി സ്റ്റുഡൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇതൊരു പിന്നീട് കോളേജ് ടൂർ എന്നുള്ളൊരു വൈബിലേക്കാണ് ടൂർ മാറിയത്. ഞങ്ങളെ ടൂറിൽ ആദ്യം കണ്ടൊരു അനിമൽ സൈറ്റ് സീയിങ് ആണിത്. സിംഹവാലൻ കുരങ്ങനെ. ഇത് മാത്രം ഞങ്ങൾ ഈ യാത്രയിൽ കണ്ടത് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുന്ന 2 സൈഡിലും ഇപ്പോൾ തിക്ക് ഫോറസ്റ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കാപ്പി കൃഷി കേട്ടോ. കാപ്പിത്തോട്ടമാണ് നമ്മുടെ സൈഡിലുള്ളത്. നമ്മൾ ഇവിടുന്ന് ആദ്യം പോണത് നമ്മൾ ഈ സൈഡ് സീൽ കാണുന്ന സംഭവം എന്താ വെച്ചാൽ ഇവിടുത്തെ ഫാമാട്ടോ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാമാണ്. നമ്മളിപ്പോൾ ഇവിടേക്ക് പോകുന്നില്ല, ഓറഞ്ച് ഫാം എന്ന് പറയും. തിരിച്ച് വരുന്നത് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം കേട്ടോ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ആദ്യ ടൗൺഷിപ്പ് ആട്ടോ. ഇത് നെല്ലിയാമ്പതിൻ്റെ ഇത്ര മുന്നിലുള്ളൊരു ടൗൺഷിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ കുറേ കടകളും പിന്നെ അതുപോലെ വരെ വാണിജ്യ സംബന്ധമായുള്ള പച്ചക്കറി കാര്യങ്ങൾ, മീൻ എല്ലാം വാങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ചിക്കൻ കാർഡുണ്ട്, പച്ചക്കറി ഉണ്ട്. അപ്പുറത്ത് ഇറച്ചി വെട്ടി കൊടുക്കുന്നതും ഒക്കെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി എല്ലാവരും നടന്നു പോവുകയാണ് നമ്മളെ ഫസ്റ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. പിന്നെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, നനവൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്ലിപ്പറാണ് ഈ പാറിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇറങ്ങുമ്പോൾ കേട്ടോ. ടീച്ചേഴ്സും കുട്ടികളൊക്കെ നിറഞ്ഞു നിന്നു. ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. പിന്നെ ഇതാണ് നമ്മളെ നെല്ലിമരം. എല്ലാവരും ഈ വ്യൂ ആയിട്ട് കാണുന്ന നെല്ലിമരം പല ഫോട്ടോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ഈ സ്ഥലം കേട്ടോ.
പിന്നെ ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് അധികം ആൾക്കാരും ഫോട്ടോ എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും വാട്സപ്പിലൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഈ താഴ്ന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം കോടൊന്നുമില്ല, പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലങ്കോട് ടൗൺ, മീൻകര ഡാം, ചുള്ളിയാർ ഡാം ഇതൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അധികം കോടൊന്നുമില്ല, പക്ഷേ എന്നാലും നല്ല തണുപ്പായ ഒരു ക്ലൈമറ്റ് ഞങ്ങൾ ചെന്ന ടൈമിൽ കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈഡ് പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇവിടെ നടക്കാൻ. കാരണം അഥവാ ഒരു കമ്പിവേലിൻ്റെ അപ്പുറത്ത് നമ്മൾ കടക്കുക ചെയ്താൽ സ്ലിപ്പായി പോകാൻ സാധ്യത കേട്ടോ, നമ്മൾ മരണം വരെ സംഭവിക്കുക. പിന്നെ പോപ്സ് ഗ്രൂപ്പിൻ്റെ ഒരു കോഫി ഹൗസാണിത്. ചായ കുടിച്ച് ഒരു ആവറേജ് ടേസ്റ്റ് അത്രേ ഉള്ളൂ. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാട്ടോ ബസ്സിൽ കയറി എല്ലാവരും തിരിച്ചു പോകണം. ഈ യാത്രയിൽ രണ്ട് സൈഡും ഇടുങ്ങിയ റോഡാട്ടോ, നേരത്തെ നമ്മൾ വന്ന അതേപോലെ തന്നെ. പക്ഷേ ഇവിടെയൊക്കെ എപ്പോഴും ആനെ കാണാൻ സാധ്യതയുള്ളൊരു ഏരിയ കൂടിയാണ്. പിന്നെ നമ്മൾ ഇനി പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓറഞ്ച് ഫാമാണ്. അങ്ങനെ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഈ ഓറഞ്ച് ഫാമിൻ്റെ ഉള്ളിൽ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ 8 to 4 PM ആട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതിന് ചെറിയൊരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നീട് മുന്നോട്ട് പോയി. ഇത് നല്ല രീതിയിൽ മെയിൻ്റെനൻസും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തൊരു ഏരിയ കേട്ടോ. ഇത് ഫ്ലവേഴ്സാണ്. നമ്മൾ കയറി വരുമ്പോൾ ഒരു ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാലുള്ള ഒരു വ്യൂ ആണ്. ടണലിൻ്റെ ഉള്ളിൽ കൂടി പോണ പോലെ നമുക്ക് കാണാൻ പറ്റുക. അതോട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയത്. പിന്നെ വരുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സാധനം നമ്മൾ പറിക്കാനൊന്നും ശ്രമിക്കരുത്. കാരണം 500 രൂപ ഫൈനാട്ടോ ഇവിടെ വന്ന് എന്തെങ്കിലും പറിക്കുന്നവർ കണ്ടാൽ. പിന്നെ മുകളിലൊരു ട്രീ ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന് മുകളിൽ പോകാനും ഫോട്ടോ എല്ലാം സാധിക്കും. അതിന് മുകൾക്ക് അധികം ആൾക്കാർ കയറാൻ പാടില്ല, കാരണം മരം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് വെയിറ്റ് അധികം താങ്ങില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ കയറി കുറച്ച് ബാക്കി നിന്ന് അങ്ങനെ കയറി പോയതാണ് ഞങ്ങൾ. പിന്നെ മുകളിൽ നിന്നുള്ളൊരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇത് മൊത്തം ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ട് ഇവിടെ വന്നാൽ കേട്ടോ. പിന്നീട് ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാനാട്ടോ. ഇവിടുന്ന് ITL ഹോളിഡേയ്സ് എന്നുള്ള റിസോർട്ടിലാണ് പോയത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ ആദ്യം തന്നെ കണ്ടക്ടറോട് എന്താണ് ആവശ്യമുള്ള ഫുഡ് എന്ന് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള അത്ര എല്ലാം ഇവിടുന്ന് ആവശ്യാനുസരണം കിട്ടും കേട്ടോ. നമ്മൾ ചോദിച്ചതിനനുസരിച്ച് അവർ എടുത്ത് തരും എന്ത് വേണമെന്നുണ്ടെങ്കിലും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പപ്പടം, സാമ്പാർ, പിന്നെ 3 ഐറ്റം ഉപ്പേരിയും കൂടി, പിന്നെ അതിൻ്റെ കൂടെ രസം ഉണ്ടായിരുന്നു, പിന്നെ മോരുണ്ടായിരുന്നിട്ട് ലാസ്റ്റ് കഴിക്കാൻ. ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു. ഇതിന് ഇവർ ചാർജ് ആക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപ കേട്ടോ. നമ്മൾ ആദ്യം നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തത് എന്താ വേണ്ടിയെന്നുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം പുറത്തിറങ്ങി പാട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മളെ വണ്ടി പോത്തുംപാറ ടീ എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാട്ടോ നമ്മളെല്ലാവരും ഇനി പോണത്. ഈ സൈഡിൽ കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാട്ടോ. നല്ല നമ്മൾ മൂന്നാറിൽ പോയാലാണ് ഇതിനെക്കാട്ടി കൂടുതൽ തേയിലകൾ പിന്നീട് നമ്മൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തേക്കാട്ടി കൂടുതൽ മൂന്നാറിലാണ് ഇനിയുള്ളത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ സ്കൂളുണ്ടല്ലോ, ഇവിടെ 80 കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാട്ടോ. ഇവിടേക്ക് വരുന്ന ടീച്ചേഴ്സിനും മാത്രം വേണ്ടി, കുട്ടികൾക്കും വേണ്ടി KSRTC ഒരു സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. ഒഴിവ് ദിവസങ്ങളിൽ ഉണ്ടാവില്ല, വർക്കിംഗ് ഡേയ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ കോളേജിൻ്റെ മീൻസ് സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ താഴത്ത് കുറേ ആൾക്കാർ പോയി ഫോട്ടോ എടുത്ത്. നമ്മളധികം താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മീൻസ് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിയാണിത്. ഇതാണ് പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരിത ടീച്ചർ. ഈ ടീച്ചറെ കൂടെയാണ് 22 കുട്ടികൾ ടൂറിന് വന്നിരിക്കുന്നത് കേട്ടോ. ടീച്ചർ എന്ന് പറഞ്ഞാൽ പൊളി ടീച്ചറാണ്. കാരണം എല്ലാ കാര്യത്തിലും കട്ട സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും. നമ്മളായാലും ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടാണ് ഞങ്ങളൊക്കെ കൂടെ കൂട്ടിയത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുത്ത് പിരിഞ്ഞതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനുള്ള യാത്രയിലാട്ടോ. ഇവിടുന്ന് നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് കേശവൻപാറ വ്യൂ പോയിൻ്റ് കാണാൻ കേട്ടോ. ഇവിടുന്ന് കേശവൻപാറ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് കയറാനുള്ള എൻട്രി പോസ്റ്റ് ആട്ടോ. ഇവിടെ 15 രൂപ ടിക്കറ്റിന് വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും ക്യാഷ് ഇവിടെ സ്വീകരിക്കുമല്ലോ. ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പിങ്. ഞങ്ങളെ ക്യാഷ് ടീച്ചറാണ് കൊടുത്ത്. ഞങ്ങൾക്ക് കാർഡും നെറ്റ്വർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നാലാണ് ഈ കേശവൻപാറ വ്യൂ പോയിൻ്റ് എത്തട്ടോ. അവിടെ എത്തുമ്പോൾ കുറേ സൈൻ ബോർഡൊക്കെ ഉണ്ട്. അത് നമ്മൾ പാലിക്കണം. കറക്റ്റ് ഇൻസ്ട്രക്ഷൻ പാലിച്ചതിന് ശേഷം യാത്ര ചെയ്യുക. ഏകദേശം ഒരു 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ ഈ ടോപ്പിൽ എത്താൻ പറ്റുക. ടോപ്പിൽ എത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആട്ടോ. ഇത് കേശവൻപാറ വ്യൂ പോയിൻ്റാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. മുന്നിൽ കാണുന്ന നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ. വ്യൂ ഒക്കെ കണ്ട് ഞാൻ നിൽക്കുമ്പോൾ 2 ആൾക്കാർ വന്ന് എന്നോട് ചോദിച്ചു ഞങ്ങൾക്കൊരു വീഡിയോ എടുത്ത് തരുമെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാട്ടോ. അവർ പാക്ക് ചെയ്ത് എല്ലാം കൂടുതലും ടീച്ചർ കാണാതെ അത് കൊടുക്കാനുള്ളൊരു വീഡിയോ എടുത്ത് തരാനാണ് അവരിനോട് പറഞ്ഞത്. അതെടുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ചെയ്ത് ഞാൻ കേട്ടോ.
ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ തിന്നപ്പോൾ ടീച്ചർ കാണിച്ചിരുന്ന ഒരു തടാകം കേട്ടത്. ഈ തടാകത്തിൽ ഒരു കാലത്തും വെള്ളം പറ്റില്ല എന്നാണ്, ഏത് വേനലിനും ഇവിടെ വെള്ളം ഉണ്ടെന്നാണ് ടീച്ചർ ഞങ്ങൾ പറഞ്ഞത്. കേശവമ്പാറ വ്യൂ പോയിൻ്റ് മുകളിലുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് പോത്തുണ്ടി ഡാം കാണാനാണ്. പോകുന്ന വഴി ഇതേപോലെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഡാമിൻ്റെ ഉള്ളിൽ കയറിയത് കേട്ടോ. ഡാം കാണാൻ വേണ്ടിയിട്ട് KSRTCൻ്റെ കൂടെ വരികയാണെങ്കിൽ പാക്കിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കൂടി കിട്ടിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ പങ്കെടുക്കാൻ നമുക്ക് 20% ഡിസ്കൗണ്ട് കൂടി KSRTCൻ്റെ കൂടെ വന്നുകൊണ്ട് നമുക്ക് കിട്ടി. നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്കൈ സൈക്ലിങ്, സിപ്പ് ലൈന്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ പെയ്ഡാണ്, പ്രത്യേകം ക്യാഷ് കൊടുക്കേണ്ട ആയിട്ട് വരും. പിന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ. ഇത് കയറി വരുന്ന ഒരു പോയിൻ്റാണ്. ഇത് 108 സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് എൻ്റെ കൂട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. ഞാൻ കറക്റ്റ് എണ്ണി നോക്കിയിട്ടില്ല. മുകൾക്ക് എത്തുമ്പോൾ തന്നെ അത്യാവശ്യം ടയർഡായിട്ടാണ് എല്ലാവരും വരുന്നത് കേട്ടോ. നമ്മളെ കൂടെ വന്നവർ ചിലർ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ഭാവത്തിലാണ് കയറി വരുന്നത്. ടീച്ചർ എന്തായാലും ഒന്ന് കുഴങ്ങിയിട്ടാണ് വരുന്നത്. ആക്കുമ്പോൾ ടീച്ചർ എത്തിയത് ഡാമിൻ്റെ മുകളിലേക്ക് എത്തിയാൽ ആലിയറ ഡാമിൻ്റെ ഒരു ഷേപ്പ് പോലെ കേട്ടോ എനിക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഫീലിംഗ് തോന്നിയത്. ഏകദേശം നല്ലൊരു വ്യൂ ആണ് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ഇത് പൂർണ്ണമായും മണ്ണ് കൊണ്ട് നിർമ്മിച്ചൊരു ഡാം കൂടി കേട്ടത്. 1958 ഇതിൻ്റെ നിർമ്മാണങ്ങൾ തുടങ്ങുന്നത്. തെങ്കാശിപ്പട്ടണം ആ സിനിമൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ഡാമിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഡാമിലേക്ക് വരാനാണെങ്കിൽ പാലക്കാട്ട് നിന്ന് 40 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരാനുള്ള ദൂരം ആയിട്ടുള്ളത്. ഇതിന് മുകളിൽ നമുക്ക് ഏകദേശം അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമോട്ട് തന്നെ. നമ്മൾ താഴേക്ക് ഇറങ്ങി ചായ കുടിച്ചിന്ന് കുറേ വീണ്ടും ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വിട പറയാൻ ടൈമായി. അപ്പോൾ ഓരോരുത്തർ അനുഭവങ്ങൾ ടൂറിനെ പറ്റിയുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ ആൾക്കാർ ടയർഡായിട്ട് ഉറങ്ങി നിന്നിട്ട് പോണ വഴിക്ക് തന്നെ നമ്മൾ ടീച്ചർ അനുഭവങ്ങളൊക്കെ ഷെയർ. തിരിച്ച് 6 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും KSRTC ഡിപ്പോയിൽ പാലക്കാട് തിരിച്ചെത്തിട്ടോ. ഇനി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാലക്കാട് വിക്ടോറിയ കോളേജിലെ 22 സ്റ്റുഡൻസും അവരെ പൊന്നോമന ടീച്ചർ കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട് കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചതിൽ. ജീവിതത്തിൻ്റെ മറ്റെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന പ്രതീക്ഷയോട് കൂടി ജീവിതത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ തന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലെ എൻ്റെ സ്റ്റുഡൻസിന്, പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി കേട്ടോ ഞങ്ങളെല്ലാവരും പിരിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ സി യു, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.